ഇന്നിപ്പോൾ വീഡിയോ എടുക്കാമെന്നൊരു ഉദ്ദേശത്തോടെ കിടന്നതുകൊണ്ട് ഞാൻ 6:30 അലാം വെച്ച് 6:40 ആയപ്പോൾ എഴുന്നേറ്റ്. നമ്മൾ കണ്ടു ഒരു 6:30 ആകുമ്പോൾ ഇവിടുത്തൊരു വെയിൽ കണ്ടു. നമ്മുടെയൊക്കെ നാട്ടിലൊരു 10 മണി ഇവിടെയൊക്കെ വെയിലും ചൂടുമാണ്. ഇവിടെ ഒരു 6:30 സൂര്യൻ ഉച്ചയുടെ മണ്ടേ വരാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ നിൽപ്പുണ്ട്. ഇതാണ് സ്കൂള്, അങ്ങോട്ടാണ് നമ്മൾക്ക് പോകുന്നത്. കണ്ട സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്നത്. സമ്മർ സീസൺ ആയതുകൊണ്ട് ഈ ഒരു സമയത്ത് സൂര്യൻ ഉണ്ടാവും. സൂര്യൻ എഴുന്നേക്കും. ഞാനും അങ്ങനെ റെഡിയായി. യൂണിഫോം ഇനി ദിവസത്തെ കിട്ടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സാരി തന്നെയാണ് കൊടുക്കുന്നത്. സോ റെഡിയായിട്ട് വരാം. റെഡിയായി. രാവിലെ ഞാൻ തല നനയ്ക്കാറില്ല, രാത്രി തല നനച്ച് കൊടുക്കുന്നതുകൊണ്ട് റെഡിയൊക്കെ ആയിട്ട് ഇന്ന് രാവിലെ കഴിക്കാൻ പോരുകയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ 9:30 ആകുമ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് പോരും. പക്ഷെ നമ്മൾ നേരത്തെ കഴിക്കുന്നതുകൊണ്ട് ഒരു 10 മണിയാകുമ്പോൾ വിശക്കുന്നതുകൊണ്ട് ഞാൻ ഫുഡ് എടുത്ത് വെച്ചു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേറെ സ്നാക്സൊന്നും ഇല്ല. അത് കഴിഞ്ഞ് ഞാനിതെല്ലാം പാക്ക് ചെയ്ത് റെഡിയായി. ഇവിടെ എന്ന് പറയുമ്പോൾ ടൈമിങ് രാവിലെ 7:40 നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം. 7:50 മുന്നേ നമ്മൾ അതിന് മുന്നേ നമ്മൾ പഞ്ചിങ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന പോലെ ഒരു 10:30 ആകുമ്പോൾ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് കുട്ടികളും ലഞ്ച് കഴിക്കുന്നത്. ലഞ്ച് ബ്രേക്ക് എന്നാണ് ഇവരതിന് പറയാം. നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 പീരീഡും കൂടെ ഉണ്ട്. ആകെ ഇപ്പോൾ 8 പീരീഡാണുള്ളത്. അതൊരു ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ 12:30 ആകുമ്പോൾ കുട്ടികളെ വിടും. നമ്മൾ ടീച്ചേഴ്സ് 1:30 വരെയൊക്കെ നമ്മളവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ കാര്യങ്ങളും ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ടുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീരീഡ് ഏകദേശം ഒരു അരമണിക്കൂറോളം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വെയിൽ കൂടുതലാണ്, അതുകൊണ്ട് സമ്മർ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് കുട്ടികൾ കുറച്ചുകൂടെ പീരീഡ് കുറച്ചുകൂടെ ടൈം കുറച്ചേ ഉള്ളൂ. എനിക്കിന്ന് ഏകദേശം ഒരു 4 അവർ ഉണ്ട്. അപ്പം നമ്മൾ തലേദിവസം അത് പ്രിപ്പയർ ചെയ്ത് വെക്കും. അത് ഓരോരുത്തരുടെ ഇപ്പം ഞാൻ ആദ്യം ആയതുകൊണ്ട് എനിക്കെല്ലാം എഴുതി വെച്ച് ഓരോ കാര്യങ്ങൾ എനിക്ക് ഓർഗനൈസ് ചെയ്തില്ലേ ഞാൻ പലതും മറന്നു. ഞാൻ കുറേയൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടാണ് ഈ ചെയ്യുന്നത്. സോ റെഡിയായി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വേണം നമ്മൾ സ്കൂളിൽ പോകാൻ. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ റെഡിയായി കഴിയുമ്പോൾ ഏകദേശം ഒരു 7:40 ആകും. ആ സമയത്ത് ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ 2-3 സ്റ്റെപ്പ് വെച്ച് എത്താവുന്നതേ ഉള്ളൂ. സോ ഞാൻ ഇറങ്ങി. ലാസ്റ്റ് ടൈമിൽ നമ്മൾ വീഡിയോസ് ഫോൺ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യത്തില്ല. എന്തെങ്കിലുമൊക്കെ അത്ര അത്യാവശ്യമാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇതാണ് എൻ്റെ ടൈം ടേബിൾ. സോ ദിസ് ഇസ് മൈ ടേബിൾ. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ക്ലാസ്സിൽ പോകട്ടോ ഓരോ പീരീഡ്. സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അധികം ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ അർത്ഥം നോക്കാനൊക്കെ എടുക്കാറുള്ളൂ. ഞാൻ അല്ലെങ്കിൽ ഫോൺ എടുക്കാറില്ല. ഇതേത് ഭാഷടാ? നേപ്പാളാണോ? മാമ 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 ജിം വേർ ജിം स्कूल जिम स्कूल में जिम स्कूल में ഇറ്റ്സ് ഓക്കെ ഫൈൻ. ഇവിടെ നോക്കുന്നതൊക്കെ ആരാണ്? ഹായ്, ഇറ്റ്സ് ലുക്ക് സോ നൈസ്. ഇത് ബൊഗെയിൻവില്ലയാണ്. 2 ടൈപ്പ് ബൊഗെയിൻവില്ല. എന്നോ കാണുന്നത് അടിച്ച് ഇപ്പം തന്നെ ഞാൻ ജിമ്മ് കണ്ടുപിടിച്ചു. എന്താ പറയുക, ജാർഖണ്ഡുകാരനാണ്. ഇവിടെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അതാണ് കീ തന്നത്. നമുക്ക് നോക്കാം. ഹീ ഈസ് വർക്കിംഗ് വിത്ത് അസൈൻമെൻറ്റ്സ് സാറ്റർഡേ വെക്കാനുള്ളത് കൊണ്ട് എല്ലാവരും അസൈൻമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്.
പരിപാടിയിലാണ്. ഓക്കെ, തയ്ക്കുന്ന ഞാൻ ആ ഫ്ലോറിലല്ല. ചെക്ക് ചെയ്യാം. So we can go to the second. So this is the gym. ഇതിൽ അത്യാവശ്യത്തിലുള്ള എക്യുപ്മെൻറ്റ്സും ഉണ്ട്, മിക്കതും ഉണ്ട്. So we can just start. Mitu, this is Mitu. Hi Mitu. Hi Mitu. Hi Mitu. Mitu has lot of hairs. കടിക്കാൻ തോന്നുന്നതിന്. ഇതാണ് മിട്ടുൻ്റെ കൂട്. മിട്ടുൻ്റെ കൂട് ഹവ ഫാൻ ഓൾസോ. പിടി. മിട്ടുന് നടക്കാൻ ഭയങ്കര മടിയാണ്. മിട്ടു ഈറ്റ്. ഇവൻ്റെ മൂക്കിലൊക്കെ ഇതൊക്കെ ഇരിപ്പുണ്ടോ? ഗ്രൂം ചെയ്യിക്കാറായി. This is fully Mitu. Mitu? 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 Oi, 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 oi. What Mitu doing? Okay, Mitu? Aku seta. What is that? ഇതെന്താണ് പൂജ കൂടെ? Mitu. പപ്പായി പപ്പാ അവിടെ നിൽക്കുന്നത്. എന്തടി കിട്ടിയല്ല പൂച്ചത്തിന്റെ അടുത്തോടെ ഉള്ളത്? എന്ത് ആരാ? അതാരാ? അവിടത്തെ ആരാ? രഞ്ജിതാന്നാണോ നീ പറയുന്നത്? മമ്മി 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 എന്ന് പറഞ്ഞ നേപ്പാൾ എന്താടാ? മെമ്പർ ചാച്ച പിയാരി പിശാച് എന്നാണ് നീ എന്നെ വിളിച്ചത്? എന്റെ ദൈവമേ, ചിരി കാണവേ. എന്റെ